ഇന്നത്തെ ധ്യാനത്തിൽ എനിക്ക് സങ്കീർത്തനം 16 ഇന്ന് രാവിലെ തന്നെ പാടിയപ്പോൾ വീട്ടിൽ നിന്ന് മറ്റേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സങ്കീർത്തനം ഒരുപാട് ഇങ്ങനെ വായിച്ച് പോകും. പക്ഷേ വായിക്കുന്നതല്ലാതെ അർത്ഥമൊന്നും മനസ്സിലാകാണ്ട് അങ്ങനെ വചനം വായിക്കുന്നു എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് അത് ആവർത്തിച്ച് പറയുമ്പോൾ പല ആൾക്കാരോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളെ പലത് ഭാഗത്തുണ്ട്, പിന്നെ സഹായിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നതിനൊരു അർത്ഥമില്ലാത്ത പോലെയായിരുന്നു അപ്പോൾ ആ പറച്ചിൽ. പക്ഷേ ഇന്ന് ആ സങ്കീർത്തനം 16 ആവർത്തിച്ച് പാടിയപ്പോൾ അതിനുള്ള അർത്ഥങ്ങൾ ഒരുപാട് ഹൃദയത്തിൽ ആഴമായിട്ട് അതിനെ ഒരു വിശദീകരിക്കാനൊക്കെ തോന്നി. അപ്പോൾ ഞാൻ അടുത്തുള്ള സഹോദരിയോട് അങ്ങ് വിശദീകരിച്ചപ്പോൾ അവർ എന്നോട് ഇന്ന് എന്താണ് അവകാശം, കിട്ടുമെന്ന് ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടും, നമ്മുടെ അപ്പനോട് എന്ത് ചോദിച്ചാലും നമുക്ക് തരും. നമ്മുടെ വലതു ഭാഗത്തുണ്ട്. നമ്മുടെ എന്ത് കാര്യമായാലും നമുക്ക് വിശ്വാസത്തോടെ ചോദിച്ചാൽ നമുക്ക് തരും. അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ ഇപ്പോൾ പാട്ട് രൂപത്തിൽ നമുക്കും പാടാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് അനുഗ്രഹമായിട്ടാണ് മാറണേ. സങ്കീർത്തനം ഇനി ഒറ്റ വരി പോലെ ഈ 150 സങ്കീർത്തനം ഉണ്ടെങ്കിലും അതെല്ലാം നന്നായിട്ട് പതുക്കെ വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്.